എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വെക്കുന്നത് ചെറുകറി കൊഴുപ്പ. കൊഴുപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കർക്കിടക മാസമല്ലേ, നമുക്ക് കൊഴുപ്പ് കറി വെച്ച് കഴിക്കാം. കൊഴുപ്പച്ചീര കൊഴുപ്പച്ചീര നമ്മുടെ പടിഞ്ഞാറപ്പറമ്പിലുണ്ടാകാൻ ആ കൂമ്പ് തന്നെ നൊട്ടിയെടുക്കണം കേട്ടോ. കൊഴുപ്പച്ചീര കഥയെന്ന് പറഞ്ഞിട്ട് പോ, പണ്ടത്തെ കഥയൊക്കെ ഒന്ന് പറ. പണ്ട് ധാരാളം കൊഴുപ്പച്ചീര നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടാകും. ഇപ്പം പറമ്പിൽ എല്ലായിടത്തും വീടുകളായി. ഇപ്പം നമ്മുടെ പടിഞ്ഞാറപ്പറമ്പിൽ ഉണ്ടായിരുന്നിട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ പറിച്ച് തന്നിട്ട് പോയതാണ്. ഈ മാസം കൊഴുപ്പച്ചീര നല്ലതായിരിക്കും അമ്മച്ചി, ഇത് ഉച്ചക്ക് ഒരു ചെറുകറിയായിട്ട് ഒലത്തണം കേട്ടോ. അപ്പം ഞാൻ ഒലത്തി വെക്കാം. നമുക്ക് ഇപ്പം സ്വല്പം ഉപ്പിടാം. സ്വല്പം മുളക് പൊടി ഇടാം. സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. സ്വല്പം പീര ഇടാം. പീര ആ, ഇത്രയും സാധനമാണ് നമുക്കിപ്പോൾ കുഴക്കാൻ വേണ്ടത്. കുഴച്ചെടുക്കുന്നത് അല്ലേ? ആ, ഇട്ടാ ഉപ്പിട്ട് ഇങ്ങനെ തിരുമ്മി അതൊരു വേവ് ഇങ്ങനെ കിട്ടും. കൈ കൊണ്ട് തിരുമ്പുമ്പോൾ അതിൻ്റെ കയ്യിലെ ചൂട് അല്ലേ, അതിൻ്റെ കൈ ചൂടുകൊണ്ട് ഇങ്ങനെ വെന്തിരിക്കും. താര അപ്പുറത്ത് ഒരു പായസത്തിൻ്റെ പരിപാടി നോക്കണേണ്. പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് താര. ആ, അധികം പീര വേണ്ട, അത്ര തന്നെ മതിയിട്ടത്. അത് കുഴച്ച് ഇങ്ങനെ ചെറുതാക്കി പൊത്തി വെക്കണം. അതിനുശേഷം ഇഞ്ചിയും ജീരകവും കൂടി ചതച്ച്, വെളുത്തുള്ളിയും കൂടി ചതച്ചാണിത്. ഇഞ്ചിയും ജീരകവും വെളുത്തുള്ളി കൂടി ചതച്ചതാ. അത് പൊടിയാക്കി ചതച്ചിട്ട് പൊടിയാക്കി കത്തിര കൊണ്ട് അരിഞ്ഞെടുക്കണം. മണത്ത് വെക്കിയത് വെളുത്തുള്ളി ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും മണം ഉണ്ടാകുന്ന വെച്ചതാ. എൻ്റെ ചെറുപ്പകാലം ഓർക്കണേ, ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചേക്കണ കൊഴുപ്പച്ചീരയാണ്. കാരണം പൈസ കൊടുക്കാതെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മുറ്റത്ത് കൊഴുപ്പെന്ന് പറഞ്ഞെങ്കിൽ ഒരു 2 സെൻറ്റ് സ്ഥലത്ത് മൊത്തത്തിൽ കൊഴുപ്പച്ചീര. അത് എൻ്റെ മക്കൾ പോയി അരിഞ്ഞ്, അത് വട്ടച്ചട്ടിയിൽ അരിഞ്ഞിട്ടുണ്ടോ പറഞ്ഞത്. ചീര വെക്കണമെങ്കിലും കൊഴുപ്പ് വെക്കണം, എന്ത് ചീര സൈസ് എന്ത് വെക്കണമെങ്കിലും മൺചട്ടി ആയിരിക്കണം. കത്തി പിടിച്ചു. ഇപ്പോഴല്ലേ ഗ്യാസൊക്കെ വന്നു, പണ്ട് നമ്മൾ എങ്ങനെ വെക്കണ? അടുപ്പിൽ വിറകടുപ്പില് പിന്നെ അരക്കപ്പൊടി ഉണ്ടാവും. അപ്പം അത് കുറ്റി നിറച്ചിട്ട് ചെയ്യാനുള്ള വേണ്ടി ഒപ്പം അടുപ്പിച്ച് വെച്ചിട്ട് വേഗം ചെയ്യും. അരക്കപ്പൊടി അരക്കക്കുറ്റി എന്ന് പറയും. അരക്കക്കുറ്റി ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് അല്ലേ എം ജെ ഗ്യാസിന് എന്താ പറഞ്ഞാൽ അരക്കപ്പൊടിയല്ലേ വന്നത്? അരക്കപ്പൊടിയാണ് നല്ലത്. അപ്പോൾ ഗ്യാസ് എടുക്കുന്ന കാര്യം ആൾക്കാർ പറയുമ്പോൾ എന്തിന് അരക്കപ്പൊടിയാകുമ്പോൾ പണി എളുപ്പമല്ലേ. അപ്പോൾ ഓരോരുത്തർ നിർബന്ധിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗ്യാസിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞത്. ഗ്യാസ് കൊണ്ട് എളുപ്പം പണി കഴിയും. പാത്രം തേച്ച് കഴിയേണ്ട, സോപ്പ് പൊടി ഉണ്ടെങ്കിൽ പാത്രം വെളുക്കും. ഇപ്പോഴേ ഈ ഗ്യാസ് വരുമല്ലോ എല്ലാവരും വീട്ടിൽ. പണ്ട് വരുന്ന അരക്കപ്പൊടിയാണ് വരുന്നത്, ചാക്കണക്കിന് അരക്കപ്പൊടി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് ഇട്ടേക്കും. അപ്പോൾ അന്നൊക്കെ കലവും അതിൻ്റെ പുറമൊക്കെ തേച്ച് കഴിയണം. ഇന്ന് അതൊന്നും വേണ്ട, സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് നമ്മൾ സ്വല്പം സ്പോഞ്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് തേച്ച് എല്ലാം ക്ലിയറാക്കി എടുക്കാം. നല്ല എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വയസ്സന്മാർ മാത്രം തിളക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അരക്കപ്പൊടി നേരെ അരക്കപ്പൊടിക്കാരൻ കൊണ്ടുവന്ന് കുത്തണത് നമ്മുടെ കിച്ചണിലായിക്കുള്ളൂ. കിച്ചൺ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അടുക്കള അറിയാല്ല, വാതിലൊന്നും ഇല്ലാത്ത അടുക്കള. ഇനി ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഇട്ട് വരട്ടണം കേട്ടോ. മറന്നുപോയോ വെളിച്ചെണ്ണയുടെ? ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടാണ്ട് വിട്ട് പോയട്ടാ, വെളിച്ചെണ്ണ ഇട്ട് വരട്ടണം. പ്രായമാകുമ്പോൾ ഇതിന് മറവിയൊക്കെ ഉണ്ടാവും. പ്രായമാകുമ്പോൾ സ്വല്പം മറവി ഉണ്ടാവും. എല്ലാവരും പ്രായമായ ആൾക്കാരല്ലേ, പ്രായമായത്തിൻ്റെ ആൾക്കാർക്ക് അറിയാം. അപ്പം ഞങ്ങൾ മറന്നു പോകുമ്പോൾ ചെറുപ്പക്കാർ നിങ്ങളൊക്കെ ഞങ്ങളെ പിളങ്ങും. അമ്മച്ചിക്ക് അല്ലെങ്കിൽ മറവിയാൽ എന്ത് സാധനം ശരിയാക്കി എടുത്താലും മറവിയാണ്.
നിങ്ങൾ വിഷമിക്കണ്ടട്ടാ, നിങ്ങൾ പൈസ. അപ്പോൾ ചട്ടി ചൂടായ അമ്മച്ചി, ആ എണ്ണ കാഞ്ഞിട്ടുണ്ട്. കയ്യിലെടുത്താ ഞങ്ങൾ കയ്യിൽ നിന്നാണ്ട് പറയണം. സ്പൂണിനാണെങ്കിൽ കയ്യിലെന്ന് പറയണം. ചെറിയ ഉള്ളി എന്തായിട്ടത്? ചെറുള്ളി. ചെറുള്ളി ഇളക്കാം. മഞ്ഞപ്പൊടി ഇട്ടല്ലേ. നിങ്ങളേലും വ്യത്യാസപ്പെട്ട കറി ആയിരിക്കും എൻ്റെത്. നിങ്ങൾക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അത് തിരുത്താം. ഇതായിട്ടത് ഉലുവ ഇടുക. ഉള്ളിയുടെ ചേട്ടൻ ആരാമിച്ച്? ഉള്ളിയുടെ ചേട്ടൻ ഒരുപാട് ചേട്ടൻ ആശാലിയ. ആ ചളിയല്ല, അലുവ. കടുക് 2 വേണം. അത് അറിയരുത്, ഇടേണ്ടത് അറിയരുത്. കടുകിൻ്റെ വീട് എവിടെയെന്ന് അറിയാമോ? അറിയാമോ? കടുകിൻ്റെ വീട് ചേട്ടൻ്റെ വീട്ടിൽ. കടുകിൻ്റെ വീടാണ് കൊടുക്. കൊടുക് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ലേ? അത് കടുകിൻ്റെ വീടാണ്, തറവാടാണ് കൊടുക്. എന്താ മഞ്ഞപ്പൊടി, മുളക് പൊടി. മുളക് പൊടി മാത്രമേ ഉള്ളൂ അല്ലേ? അത് മുളക് പൊടി ഇട്ടു. അത് സ്വല്പം ഇന്ന് തെറ്റിപ്പോയി, കുറച്ച് പുറത്തേക്ക് പോയി. എന്നാ ഇത്തിരി വെളുത്തുള്ളിയും ജീരകം കൂടി പൊടിച്ചത്, അതൊരു മണം വരാൻ വേണ്ടിയാണ്. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, വെള്ളം അരിഞ്ഞത് കൊഴുപ്പിനകത്ത് കൂട്ടിയിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞതാണ്ട് ഇപ്പം ഇട്ടത്. പിന്നെ കുഴപ്പച്ചില്ല നമ്മളെ. ഇത് ഇടുമ്പോൾ ഒരു ചട്ടി നിറച്ചുണ്ടാവും. എന്ത് ചെയ്യുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ, ചെമ്മീൻ വെക്കണ പോലെ. കറിവേപ്പില നമുക്ക് പൊടി പൊടിയായി അരിഞ്ഞിടാം. കറിയുടെ വേപ്പിലയാണ് കറിവേപ്പില. കറിവേപ്പിലയുടെ അപ്പനാരാ അറിയാമോ? ഉള്ള മക്കളെല്ലാം അപ്പം തന്നെയാണ്. കറിവേപ്പിലയുടെ അപ്പൻ ആര്യവേപ്പില. ഓഫായി പോയാ? പാട്ടി നീ എന്താ പണിയുണ്ടോ? ഇനി പണിയില്ല, തീർന്ന്. വെള്ളം ഒഴിക്കൂലേ? എണ്ണ ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാൻ പാടില്ല, മൂടി വെച്ച് വേവിക്കണം അല്ലേ? നല്ല പ്രോട്ടീനും നല്ല സാധനമാണ് കേട്ടോ ഇത്, ഈ ചീര. ചെമ്മിനിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് കൂടും. പരിപ്പിട്ട് വെക്കാം. പരിപ്പിട്ടും വെക്കാം, പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കാം, പരിപ്പിട്ട് ഇതുപോലെ വെക്കാം. പല രീതിയിൽ വെക്കാം, പല രീതിയിൽ വെക്കാം. പക്ഷേ ഈ കർക്കിടക മാസം നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ കണ്ടാലും വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. ചെമ്മീൻ ഇന്നലെ രാത്രി മുഴുവൻ വെച്ചേക്കണാണ്. അപ്പോൾ നമുക്ക് കൊഴുപ്പട അത്രയും വേവില്ല, വേവിച്ച് വെച്ചാൽ കൊഴുപ്പട അത്രയും വേവിൽ ചേരിയല്ല, ചെമ്മീൻ്റെ അത്രയും കൊഴുപ്പ് ചേരിയല്ല. അപ്പോൾ ചെമ്മിന് വേവുള്ളതുകൊണ്ടേ ചെമ്മീൻ നേരത്തെ പുഴുങ്ങിയിട്ട് വേണം ഇടാൻ കേട്ടോ. രണ്ടും കൂടി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് എന്തായാലും ചെമ്മീൻ വേവില്ല. ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഒരു 5-6 ചെമ്മീൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒരുപാട് ചെമ്മീനൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ടേസ്റ്റ് കൂടും. മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലേ? ഇത് മൂടി വെക്കണം. എന്നിട്ട് നോക്കി അമ്മച്ചിനെ കൊണ്ടേ 1 മിനിറ്റ് കൊണ്ട് ഇല്ലെന്ന് പറയിപ്പിക്കട്ടെ. 1 മിനിറ്റ് കൊണ്ട് ഇല്ലെന്ന് പറയിപ്പിക്കട്ടെ. 1 മിനിറ്റ് കൊണ്ട് ഇല്ല. ഒരു കറവക്കാരനെ 232 ലിറ്റർ പാല് കറന്നപ്പോൾ അളന്ന് നോക്കിയപ്പോഴേ 232. അമ്മച്ചി നേരത്തെ കേട്ടിട്ടുണ്ടോ ഇത്? ഇല്ലെന്ന് പറയിപ്പിച്ചില്ലേ? കൊഴുപ്പച്ചീര ശരിയായാലും നമുക്ക് നോക്കാം. ശരിയായിട്ടാ. അമ്മച്ചി സാധനം അവിടെ ഇത്തിരി കയ്യിലേക്ക് വന്നേ ഉണ്ടാ. ചോറും കൂടി കഴിക്കണം. അത് പറയാം അമ്മച്ചി. കൊഴുപ്പച്ചീര ശരിയായെന്ന മകൻ പറയണത്. അപ്പം നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടാ. തെറ്റും ശരി നിങ്ങൾ തിരുത്തി പറയുക. അപ്പോൾ അടുത്തൊരു
അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.